നമസ്കാരം. ഞാൻ ഒരു കാര്യമാണ് ഇപ്പം ഈ കറണ്ട് അതിൽ ചോദിക്കാനുള്ളത്. നമ്മുടെ പ്രശസ്ത സംവിധായകൻ രഞ്ജിത്ത് ഇപ്പം അറസ്റ്റിലായിട്ടുണ്ട്. ഈ അല്ല, ഒരു അങ്ങനെ പ്രശസ്ത സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലെന്ന് പറഞ്ഞു. രഞ്ജിത്ത് അറസ്റ്റിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനൊന്ന് പറഞ്ഞു. അല്ല, അതിനെക്കുറിച്ച് എന്താണ് ഈ മുൻഷി രഞ്ജിത്തിൻ്റെ അഭിപ്രായം? രണ്ടും പേര് സാമ്യമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അല്ല, ഇത് ഈ മുൻഷി രഞ്ജിത്ത് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഇതുപോലെ കുറേ രഞ്ജിത്തുമാർ മലയാള കലാരംഗത്തുള്ളത് കൊണ്ടാണ്. സംവിധായകൻ രഞ്ജിത്ത് ഉൾപ്പെടെ താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് രഞ്ജിത്തുമാരുണ്ട്. എനിക്കൊന്ന് ഒരു 10-12 രഞ്ജിത്തുമാരുണ്ട്. അതുപോലെ രഞ്ജിനിമാരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻഷി രഞ്ജിത്ത് എന്ന് മറ്റുള്ളവരും ഞാനും എല്ലാം പൊതുവെ സ്വീകരിച്ചതിൻ്റെ കാര്യം. പിന്നെ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമാ രംഗത്ത്, കായിക രംഗത്ത്, കലാരംഗത്ത് ഈ പ്രശസ്തി കിട്ടുന്ന രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രശസ്തി കിട്ടുന്ന ഏത് മേഖലയിലും സ്ത്രീ ചൂഷണം കാലങ്ങളായിട്ട് നടന്നു വരുന്ന സംഭവമാണ്. അത് ചിലരതങ്ങ് അവകാശമായിട്ടെടുക്കും. ഒരു സ്ത്രീ നാടകത്തിൽ അഭിനയിക്കാൻ വന്നാൽ, സിനിമയിൽ അഭിനയിക്കാൻ വന്നാൽ, അല്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ, അല്ലെങ്കിൽ കായിക രംഗത്തേക്ക് വന്നാൽ അവർ എൻ്റെ അവകാശമാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ് അവരെ ഞാൻ ഉപയോഗിച്ചിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആണുങ്ങൾ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അത് പുതിയ തലമുറയെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ കാരണം ഈ പെൺകുട്ടികളും നല്ല ബോൾഡായി, ബോധവതികളായി. പിന്നെ ആണുങ്ങളും അതിനെക്കുറിച്ച് അത് അത്ര ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം പുതിയ തലമുറ വന്നു. പിന്നെ ശരിയല്ല എന്നാൽ കൂടെ എന്തെങ്കിലും ചെയ്ത് കളയാമെന്ന് വിചാരിച്ചാൽ പേടിയുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ ബോൾഡായി തുറന്ന് പറയാൻ മടിക്കാത്തത് കാലഘട്ടവും പിന്നെ ക്യാമറയും അത് ഇതൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് എല്ലാവരും പേടിയുമായി അങ്ങനെ വളരെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില ആളുകളുടെ ഉള്ളിൽ ഇത് എൻ്റെ അവകാശമാണെന്നൊരു ധാരണ ഉണ്ടോ എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇത് നമ്മൾ കേട്ടില്ലേ, ഇപ്പോൾ ഈ വിവാഹമോചിതയായ സ്ത്രീകൾ, ഭാര്യയും ഭർത്താവായിട്ട് ഭർത്തൃസമേതയായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ വലിയ ഭയപ്പാടില്ല. അവൾക്കൊരു കവചമുണ്ട്, ഭർത്താവുണ്ടെന്ന്. ഭർത്താവ് ഗൾഫിലാണെന്നറിഞ്ഞാൽ തുറന്നു കയറാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതൊരു സൈഡ്. പിന്നെ വിവാഹമോചിതയാണ്, സിംഗിളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ല, അത് മാത്രമല്ല, ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞിട്ട് പരിഹരിക്കാൻ ചെല്ലുന്ന അവിടെ തന്നെ ഓഫറുമായിട്ടാണ്. അത് ഒരുപാട് കഥകളുണ്ട്. ഇതെല്ലാം സംഭവിക്കും. രണ്ടുപേർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. ഇത് ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും സംഭവിക്കും. ഇതൊക്കെ ഇല്ലാത്തടത്ത് ഇതിനുള്ള വഴികൾ ഉണ്ടാക്കി, ഇതിന് അവസരം ഉണ്ടാക്കി, ഇതെൻ്റെ അവകാശമാണ്, ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഇതെൻ്റെ ഊഴമാണ്. ചിലർക്ക് വിചാരം എനിക്ക് കിട്ടിയ ഊഴമാണ് എന്ന്. അപ്പം ഞാനതാ പറഞ്ഞു, വിവാഹമോചിതയായ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് അറിഞ്ഞാൽ ചില അയലത്തുകാരുടെ ചിന്ത, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ചിന്ത, ആ സ്ത്രീ എൻ്റെ ഉത്തരവാദിത്വമാണ്, അവളെ നന്നാക്കിയെടുത്ത് അവളെ ജീവിപ്പിച്ചെടുത്തില്ലെങ്കിൽ എനിക്കെന്തോ നഷ്ടപ്പെടുന്നു, അങ്ങനെ ചില ഉത്തരവാദിത്വമായിട്ട് ഊഴമായിട്ടും കാണുന്ന പുരുഷന്മാർ നല്ല സമൂഹം ഇപ്പോഴും ഉണ്ട്. രണ്ടുപേരുടെയും ജീനിൻ്റെ പ്രത്യേകത, സ്ത്രീകളുടെ ജീൻ വേറെ, പുരുഷന്മാരുടെ ജീൻ വേറെ, അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ആണ്. എങ്കിൽ പോലും അതിനെ അങ്ങനെ ആ വികാരത്തിനെ കവർ ചെയ്യാനുള്ള ഒരു വിവേകം പല പുരുഷന്മാരും ഇപ്പോഴും കാണിക്കുന്നില്ല. അങ്ങനെ കാണിക്കാതെ വരുമ്പോൾ ഇതുപോലെയൊക്കെ വരും. കാണിക്കാതെ വരുമ്പോൾ പത്രത്തിൽ പേര് വരും. നമുക്ക് പേടിയുള്ളൂ, നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും.